നമസ്കാരം. ടുഡേ ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരസഭയിലെ ഭിന്നശേഷിക്കാരായ കുരുന്നുകളുടെ ഉൽപ്പന്നങ്ങളുമായി കുടുംബശ്രീ ട്രസ്റ്റ് ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭയുടെ സാന്ത്വനം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ വിറ്റഴിക്കുന്ന സംവിധാനമാണ് യാഥാർത്ഥ്യമായത്. പെരിന്തൽമണ്ണ നഗരസഭ ഓഫീസിനു താഴെയാണ് നഗരസഭയിലെ ഭിന്നശേഷിക്കാരായ കുരുന്നുകളുടെ ഉൽപ്പന്നങ്ങളുമായി കുടുംബശ്രീ ട്രസ്റ്റ് ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭാ അധ്യക്ഷൻ പി ഷാജി ട്രസ്റ്റ് ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയുടെ സാന്ത്വനം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികളുടെ ഉൽപ്പന്നങ്ങളാണ് കുടുംബശ്രീ ട്രസ്റ്റ് ഷോപ്പിലൂടെ വിൽപ്പനയ്ക്കെത്തിക്കുന്നത്. വിഭിന്നങ്ങളായ ശേഷികളുള്ള ബഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും അവർക്കതൊരു വരുമാന മാർഗം കൂടിയാണെന്നും നഗരസഭാധ്യക്ഷൻ പി ഷാജി പറഞ്ഞു. ഈ കഴിവ് നമുക്ക് പ്രോത്സാഹിപ്പിച്ചാൽ, ഇത് വാങ്ങി അത് വിറ്റഴിച്ചൊക്കെ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ അവരെ മറ്റു മേഖലയിലേക്ക് അണിനിരത്താൻ നമുക്ക് പറ്റും. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാകും. നമുക്കറിയാലോ, ഈ കുട്ടികളുടെ അവസ്ഥ നമുക്കറിയാം. എത്ര വരുമാനം ഉണ്ടെങ്കിലും കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ നഗരസഭയുടെ സ്കോളർഷിപ്പ് ഉണ്ട്, മറ്റു പദ്ധതികളുണ്ട്, സർക്കാർ സഹായമുണ്ട്. വീട്ടുകാരുടെ തന്നെ ഒരുപാട് പണം ചെലവഴിച്ചാൽ പോലും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ അതിലേക്കുള്ളൊരു ചെറിയ സഹായം കൂടിയായിട്ട് ഇത് മാറും. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ, മുൻ DMC ജാഫർ കക്കൂത്ത്, CDS ചെയർപേഴ്സൺ VK വിജയ, ADMC മുഹമ്മദ് കട്ടുപ്പാറ, അസ്കർ KS എന്നിവരും സംബന്ധിച്ചു. ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഉൽപ്പന്നങ്ങൾ യാതൊരുവിധ ഇടനിലക്കാരുമില്ലാതെയാണ് ട്രസ്റ്റ് ഷോപ്പ് വഴി വിൽപ്പനയ്ക്കെത്തുന്നത്. ആവശ്യക്കാർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഇതിൽ നിന്നും എടുത്ത് പണം സജ്ജീകരിച്ച ബോക്സിൽ നിക്ഷേപിക്കുകയാണ് രീതി. ഓൺലൈനായും പണമടയ്ക്കാം. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ മണ്ണാർക്കാട് കോർപ്പറേറ്റ് ഓഫീസ് പരിസരത്ത് വെച്ചാണ് പ്രൌഢമായ ചടങ്ങുകളോടെ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത്. അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണാർക്കാട് പള്ളിപ്പടി കസാമിയ ബിൽഡിംഗിലെ കോർപ്പറേറ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ പ്രൌഢമായിരുന്നു. കൌൺസിലർ അരുൺകുമാർ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. UGS മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ചടങ്ങിൽ അധ്യക്ഷനായി. PRO ശ്യാംകുമാർ, ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട്, സെയിൽസ് മാനേജർ ശാസ്ത പ്രസാദ്, ഓപ്പറേഷൻസ് മാനേജർ ഷബീർ അലി, മാർക്കറ്റിംഗ് ഹെഡ് ഷമീർ അലി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ ഓണം സ്വർണോത്സവത്തിന് പെരിന്തൽമണ്ണയിലും തുടക്കമായി. 3 മാസം നീണ്ടുനിൽക്കുന്ന പരിപാടിയുടെ പെരിന്തൽമണ്ണ യൂണിറ്റ് തല ഉദ്ഘാടനം DYSP സാജു K എബ്രഹാം നിർവഹിച്ചു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷന്റെ ഓണം സ്വർണോത്സവം പെരിന്തൽമണ്ണ യൂണിറ്റ് തല ഉദ്ഘാടനം വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ DYSP സാജു K എബ്രഹാം നിർവഹിച്ചു. ഉപഭോക്താക്കൾക്കുള്ള ആദ്യ സൌജന്യ കൂപ്പൺ താമരത്ത് ഹംസു ഏറ്റുവാങ്ങി. AKGSMA പെരിന്തൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റ് കേഴിശ്ശേരി മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സാമൂഹിക പ്രവർത്തകൻ താമരത്ത് ഹംസുവിനെ യോഗത്തിൽ പെരിന്തൽമണ്ണ മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു സ്നേഹോപഹാരം നൽകി ആദരിച്ചു. AKGSMA ജില്ലാ പ്രസിഡന്റ് അസീസ് എർബാദ് DYSP സാജു K എബ്രഹാമിനുള്ള ഉപഹാരം കൈമാറി. PP സെയ്തലവി, യൂസഫ് രാമപുരം, സ്കൈ ഗോൾഡ് റഫീഖ, ഷഫീഖ് കിനാദിയിൽ തുടങ്ങിയവരും സംസാരിച്ചു. 3 മാസം നീണ്ടുനിൽക്കുന്ന ഓണം സ്വർണോത്സവത്തിലൂടെ 2.25 കിലോ സ്വർണവും 10 കിലോ വെള്ളിയും നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് സമ്മാനമായി നൽകുകയാണ് ചെയ്യുന്നത്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.